രാജ്യദ്രോഹ കേസിൽ അറസ്റ്റിലായ ബംഗ്ലാദേശിലെ ഹിന്ദു പുരോഹിതൻ ചിന്മോയ് കൃഷ്ണദാസിന്റെ ജാമ്യാപേക്ഷ ബംഗ്ലാദേശ് കോടതി തള്ളി. 11 പേരടങ്ങുന്ന അഭിഭാഷക സംഘത്തിന്റെ വാദം കേട്ട ശേഷമാണ് ചൊട്ടോഗ്രാം മെട്രോപൊളിറ്റൻ കോടതി ജാമ്യാപേക്ഷ തള്ളി. രാജ്യദ്രോഹ കേസുമായി ബന്ധപ്പെട്ട് നവംബർ 25-ന് അറസ്റ്റിലായ ഇസ്കോൺ സന്യാസി ചിന്മോയ് കൃഷ്ണദാസിന്റെ ജാമ്യാപേക്ഷ ബംഗ്ലാദേശിലെ ചാറ്റോഗ്രാം കോടതി തള്ളി. 11 അഭിഭാഷകരടങ്ങുന്ന സംഘത്തിന്റെ അരമണിക്കൂർ നീണ്ട വാദത്തിനു ശേഷമാണ് മെട്രോപൊളിറ്റൻ സെഷൻസ് ജഡ്ജ് ജാമ്യാപേക്ഷ തള്ളിയത്. കേസ് കെട്ടിച്ചമച്ചതാണെന്നും ചിന്മോയ് കൃഷ്ണദാസ് പ്രമേഹം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും ജാമ്യാപേക്ഷയിൽ പറയുന്നു. എന്നാൽ ഗുരുതരമായ രാജ്യദ്രോഹ കുറ്റമാണ് നടത്തിയതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ആദ്യഘട്ടത്തിൽ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ ചിന്മോയ് കൃഷ്ണയുടെ അഭിഭാഷകനെ ഒരു കൂട്ടം ആളുകൾ വീട്ടിൽ കയറി ആക്രമിച്ചതായി ആരോപണമുയർന്നിരുന്നു. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചു നടന്ന റാലിയിൽ ബംഗ്ലാദേശ് പതാകയെ അനാദരിച്ചു എന്നാരോപിച്ചാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ചിന്മോയ് കൃഷ്ണയെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിനെ തുടർന്ന് കോടതിക്ക് മുന്നിലുണ്ടായ സംഘർഷത്തിൽ ഒരു അഭിഭാഷകൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് 24.